പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. താങ്ക് യു. മോർണിംഗ് സർക്കിളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 19 ദേശീയ വായനാ ദിനം. കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള PN പണിക്കർ സാറിന്റെ സ്മരണ ദിനം. അതുകൊണ്ട് തന്നെ ഇന്ന് മോർണിംഗ് സർക്കിൾ ഇന്നത്തെ ഈ ഒരു ദിവസം മുതൽ ഒരാഴ്ചത്തേക്ക് നമ്മൾ ബുക്ക് ടോക്ക് വീക്ക് സെലിബ്രേറ്റ് ചെയ്യാണ്. പുസ്തകങ്ങളുടെ ലോകത്തേക്ക് മനോഹരമായ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റിമറിക്കാൻ ചിലപ്പോൾ ഒരു പുസ്തകം മതി. പലപ്പോഴും നമ്മൾ ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ നേരിട്ട് അനുഭവിക്കാത്ത ജീവിതങ്ങളും നമ്മൾ കാണാത്ത ലോകങ്ങളും കണ്ടുമുട്ടാത്ത മഹാന്മാരും പുസ്തകങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ എത്തുകയാണ്. വായന നമുക്ക് അറിവ് തരിക മാത്രമല്ല ചെയ്യുന്നത്, അത് നമ്മളെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു, സ്വയം തിരിച്ചറിയാൻ സഹായിക്കുന്നു, ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വായനാ ദിനത്തിൽ നമുക്കൊരു ചെറിയൊരു പ്രതിജ്ഞ എടുക്കാം. ദിവസവും കുറച്ച് സമയം വായനയ്ക്കായി നമ്മൾ മാറ്റിവെക്കും. ഇന്നത്തെ ഈ ഒരു ബുക്ക് ടോക്ക് വീക്കിന്റെ ഈ ഒരു ഫസ്റ്റ് ഡേയില് ലോക പ്രശസ്ത എഴുത്തുകാരനായ റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്നൊരു പുസ്തകമാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. പ്രഭാത സമയത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നും കൂടുതൽ ഉത്സാഹത്തോടെയും ശ്രദ്ധയോടെയും ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും എങ്ങനെ ജീവിക്കാമെന്നും ഈ ഒരു പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. ഈ ഒരു പ്രത്യേക ദിവസത്തില് ഈ 5 AM ക്ലബ് എന്നൊരു പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും ജീവിത പാഠങ്ങളും പകർന്നു നൽകാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ഫസീനി സാർ മാം ആണ്. മാം ടീച്ചറാണ്, ട്രെയിനറാണ്. ബുക്ക് ടോക്ക് വീക്കിന്റെ മനോഹരമായ ഒരു തുടക്കം കുറിക്കുന്നതിന് മാമിനെ വളരെ സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും മോർണിംഗ് സർക്കിളിന്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ വിമൽ അക്കാദമിയുടെ പേരിലും എല്ലാ ട്രെയിനേഴ്സിന്റെ പേരിലും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ പേരിലും വെൽക്കം ചെയ്യാണ്. മാം ജോയിൻ ചെയ്തിട്ടില്ലേ ഫസീനി സാർ മാം? പേര് കാണുന്നില്ലല്ലോ. ഉണ്ട് മാം. നസ്മി എന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് ആൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ വായനാ ദിനത്തിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ സജന മാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലെ? ഹലോ. യെസ് യെസ്. ഓക്കെ, അപ്പോ നമ്മുടെ വായനാ ദിനത്തിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലെ? അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്ന പുസ്തകത്തെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ ഈ ഒരു ട്രെയിനിങ് ഫീൽഡിലുള്ള മിക്ക ആളുകൾക്കും നന്നായിട്ട് പരിചയമുള്ള ഒരു ബുക്ക് തന്നെയാണ് 5 AM ക്ലബ് എന്ന് പറയുന്നത് അല്ലെ? കാരണം നമ്മളെ ഹാബിറ്റ്സ്, അതുപോലെ ടൈം മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് ഈ ഒരു 5 AM ക്ലബ് എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ, അപ്പോ ഇത് എഴുതിയിട്ടുള്ളത് നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള റോബിൻ ശർമ്മ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ വേറെയും ഒരുപാട് പ്രശസ്തമായ പുസ്തകങ്ങൾ ഒരുപാട് ഉണ്ട്, ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോ ആരെങ്കിലും വായിച്ചവരുണ്ടോ 5 AM ക്ലബ്? ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. ഇല്ല അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ ഒരുപാട് നല്ല നമ്മുടെ ലൈഫിനെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകം കൂടിയാണ് 5 AM ക്ലബ്. ഓക്കെ, അപ്പൊ വായിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഇനി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അത്രയും ബെറ്റർ ആയിരിക്കും. ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബുക്കിനെ കുറിച്ച് ഒരു സമ്മറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വരും അല്ലെ? നോക്കാം. ഓക്കെ, അപ്പോ നമ്മള് റോബിൻ ശർമ്മയുടെ 5 AM ക്ലബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഒരു നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതായത് വ്യക്തിത്വ വികസനം, ടൈം മാനേജ്മെന്റ്, നമുക്ക് സക്സസ് ആവാൻ വേണ്ട നമ്മളെ ലൈഫിൽ കൊണ്ടുവരേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു ബുക്കിൽ കൂടുതലായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് രാവിലെ നമ്മുടെ ഒരു മോർണിംഗ് ടൈം, ആ ഒരു നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ ഒരു മോർണിംഗ് ടൈം ഹാഫ് അവർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലെ. അങ്ങനെ ഇങ്ങനെ നമ്മളെ പോലെയുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു 5 AM ക്ലബിൽ വളരെ മെയിൻ ആയിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് ഈ ഒരു ബുക്കിന്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് റോബിൻ ശർമ്മയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. അപ്പോ റോബിൻ ശർമ്മ എന്ന് പറയുന്നത് ഒരു പ്രശസ്ത എഴുത്തുകാരനും അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളുമായിരുന്നു. അതുപോലെ ഒരുപാട് ലീഡർഷിപ്പ് ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ കഴിവുള്ള ആളുമായിരുന്നു റോബിൻ ശർമ്മ. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്കാണ് ദി മോങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാറി. ഈ പുസ്തകവും ലോകമെമ്പാടും പ്രശസ്തമായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയായിരുന്നു ദി മോങ്ക് ഹു സോൾഡ് ഫെറാറി. ഈ ഒരു ബുക്കിനെ കുറിച്ചും ഈ ഒരു 5 AM ക്ലബിൽ ഒരുപാട് ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റീഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ അദ്ദേഹം എഴുതിയ സമയത്തുള്ള സംഭവങ്ങളൊക്കെ ആ ബുക്കിൽ, ഈ ഒരു 5 AM ക്ലബ് ബുക്കിലും അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഇദ്ദേഹത്തിന്റെ റൈറ്റിങ്സ് ഒക്കെ എന്ന് പറയുന്നത് വിജയകരമായ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കാൻ നമ്മൾ എന്തൊക്കെ ലൈഫിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ ബുക്സിലും അദ്ദേഹം മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പുസ്തകത്തിന്റെ ആ ഒരു മീനിങ്ങിലോട്ട് വരാം. ഇവിടെ ഒരു സ്റ്റോറി രൂപത്തിലാണ് ഈ ഒരു പുസ്തകം അദ്ദേഹം നമ്മളിലോട്ട് പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു സക്സസ് ശീലങ്ങൾ എന്താണ് എന്നിങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞു തരാണ്ട്, ഒരു സംരംഭകയും ഒരു കലാകാരനും ഇങ്ങനെ രണ്ടാളുകളുടെ ലൈഫിലൂടെയുള്ള ഒരു സ്റ്റോറി രൂപത്തിലാണ് ഈ ഒരു ബുക്ക് നമ്മളിലോട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവരെന്ന് പറയുന്നത് ഈ ഒരു എന്റർപ്രണറും ഒരു ആർട്ടിസ്റ്റും. ഇവരെന്ന് പറഞ്ഞാൽ ലൈഫിൽ കുറേ പരാജയങ്ങളൊക്കെ നേരിട്ടിട്ട് വളരെ നിരാശരായിട്ടിരിക്കുന്ന രണ്ടാളുകളാണ്, ഈ എന്റർപ്രണറും ആർട്ടിസ്റ്റും. അപ്പൊ ഇനി ലൈഫിൽ പ്രത്യേകിച്ച് സക്സസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം നശിച്ചു പോയി, ഇനി മതി, ലൈഫ് തന്നെ മതിയാക്കാൻ അവര് തോന്നി ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന രണ്ടാളുകളാണ് ഈ ഒരു ബുക്കിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഇവര് ഒരു സെമിനാറിൽ പങ്കെടുത്തു, ഒരു മോട്ടിവേഷൻ സെമിനാറിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഇവർക്ക് കിട്ടുകയാണ്. അപ്പൊ അവിടെ നിന്നാണ്, ആ ഒരു സെമിനാറിലാണ് ഇവരുടെ ലൈഫിന് വീണ്ടും എന്ത് ചെയ്യുന്നത്, ഒരു വഴിത്തിരിവുണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ഇവര് ഒരു കോടീശ്വരനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വിജയ രഹസ്യങ്ങള് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇവര് മനസ്സിലാവുന്നത്, ഇവിടെ പരാജയം എന്ന് പറയുന്നത് ഒന്നുമല്ല, ഇതുപോലെ പരാജയങ്ങൾ നേരിട്ട ആളുകൾ തന്നെയാണ് ഇന്ന് പീക്ക് ലെവലിൽ നിൽക്കുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ ഒരു സെമിനാറിന്ന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഈ ഒരു കോടീശ്വരന്റെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റൈലോ ഒന്നും കാണുമ്പോൾ ഇവർക്ക് ഒരിക്കലും എന്താണ് അയാളൊരു വലിയൊരാളെന്നൊന്നും തോന്നിയിട്ടില്ല. പിന്നീട് അയാളെ പരിചയപ്പെട്ടു, അയാളുടെ സ്റ്റോറിയൊക്കെ അറിയുമ്പോഴാണ് ഇവർക്ക് വലിയൊരു അത്ഭുതം തോന്നുന്നുണ്ട്. ഇയാളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇയാൾ വലിയൊരു എന്തൊക്കെയോ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഇയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാളുടെ കൂടെ പോവാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിത രഹസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ഈ ഒരു 5 AM ക്ലബ്ബ് തന്നെയാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നമ്മളെ ദിവസം തുടങ്ങുന്ന ആദ്യത്തെ മണിക്കൂറുകൾ നമ്മുടെ വികസനത്തിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിജയരഹസ്യം. അപ്പോ നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നാം എഴുന്നേറ്റ് നമ്മളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യാം. അവിടെയാണ് ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം തുടങ്ങുന്നത് തന്നെ. അതാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം. അപ്പൊ ഈ സ്റ്റോറിയിലൂടെ ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ പോയിന്റ് തന്നെ അതാണ്.
വളരെ നമ്മുടെ ലൈഫിലോട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം മറ്റുള്ളവരെല്ലാവരും എന്തൊക്കെയോ ഇതിൽ വ്യാപൃതരാകുമ്പോൾ നമ്മൾ ഒരു ഹാഫ് അവർ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതാണ് അദ്ദേഹം ഈ ഒരു കോടീശ്വരനിൽ നിന്ന് നമ്മുടെ എന്റർപ്രണർക്കും ആർട്ടിസ്റ്റിനും കിട്ടിയിട്ടുള്ള ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ കഥയിലൂടെ എഴുത്തുകാരന് ഒരുപാട് സക്സസിലൂടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ശീലങ്ങൾ, സക്സസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട നമുക്ക് ഫോളോ ചെയ്യേണ്ട ഹാബിറ്റ്സ്, അതുപോലെ നമ്മുടെ ലൈഫ് അല്ലെ വളരെ ഡിസിപ്ലിൻ ആയിട്ട് നമുക്ക് അച്ചടക്കത്തോടെ അടുക്കും ചിട്ടയോടെ നമ്മൾ ലൈഫ് കൊണ്ടുപോകണം. പിന്നെ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കോൺഫിഡൻസ്. നമ്മൾ പറ്റുമോ, നമ്മളിപ്പോൾ ഇതിന് ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ അല്ലെ, അത് മാറ്റിയിട്ട് ആ ഒരു കോൺഫിഡൻസ് ആയിട്ടുള്ള മുന്നോട്ട് വരിക എന്നുള്ളത്. പിന്നെ കോൺസെൻട്രേഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് വളരെ സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കോടീശ്വരനിലൂടെ നമ്മുടെ എന്റർപ്രണർക്കും ആർട്ടിസ്റ്റിനും മനസ്സിലാവുന്നത്. ഇനി ഈ ഒരു ബുക്കിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് നമുക്ക് പറയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് 20-20-20 ഫോർമുല. അപ്പോൾ നമുക്കൊരു 5 മണി മുതൽ 6 മണി വരെയുള്ള ഒരു സമയം, ഈ ഒരു മണിക്കൂറിന് 20 മിനിറ്റ്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ടോട്ടൽ 60 മിനിറ്റ്സ് ആണല്ലോ, അതിന് 320 മിനിറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ 20 മിനിറ്റ്സിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ആദ്യത്തെ 20 മിനിറ്റ്സിൽ എക്സസൈസ്, നമ്മുടെ ബോഡി മൂവ്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓടുക, നടക്കുക, യോഗ, അങ്ങനെ നമുക്ക് വേണ്ട നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ചെയ്യാം. പിന്നെ അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ബോഡി എന്ത് ചെയ്യും, കുറച്ചും കൂടെ എനർജറ്റിക് ആക്കും അല്ലെ, നമ്മുടെ എനർജി ഇംപ്രൂവ്മെന്റ് നടക്കും. അത് നമുക്ക് പിന്നെ നമ്മളെ ബോഡി മൂവ്മെന്റ് വരുമ്പോൾ തന്നെ നമ്മളെ മനസ്സും ശരീരവും ഒക്കെ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ 20 മിനിറ്റ്സ് എക്സസൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 20 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ റിഫ്ലക്സ് എന്ന് പറയാൻ നമ്മൾ കുറച്ചും കൂടെ ധ്യാനം, നമ്മുടെ പ്രെയർ, അതുപോലെ നമ്മളെ ഡെയിലി നമ്മളെ ഡു ലിസ്റ്റ്സ് ഒക്കെ തയ്യാറാക്കുക, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ എയിംസ്, നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ അടുത്ത 20 മിനിറ്റ്സ് യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മളെ മൈൻഡിന് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ചിന്തകൾക്ക് സമയം കൊടുക്കുക. അതാണ് രണ്ടാമത്തെ 20 മിനിറ്റ്സ്. ഇനി തേർഡ് 20 മിനിറ്റ്സ് പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാം. ഇപ്പൊ പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ പുതിയ കഴിവുകളെ പഠിക്കാം, അറിവ് വികസിപ്പിക്കാം. നമുക്ക് എന്തെങ്കിലും പുതിയ ടോപ്പിക്സ് ആ സമയത്ത് നമ്മൾ പഠിക്കുക. അങ്ങനെ മൂന്നാമത്തെ 20 മിനിറ്റ്സ് നമ്മുടെ ഇംപ്രൂവ്മെന്റിന് എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാനോ പുതിയ കഴിവുകൾ പഠിക്കാനോ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ഇതാണ് മൂന്നാമത്തെ 20 മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 20 മിനിറ്റ്സ് നമ്മുടെ ബോഡി എക്സസൈസ്, രണ്ടാമത്തെ 20 മിനിറ്റ്സ് റിഫ്ലക്സ്, നമ്മുടെ പ്രയർ അല്ലെങ്കിൽ ധ്യാനം, പിന്നെ നമ്മളെ ഡു ലിസ്റ്റ് തയ്യാറാക്കുക, നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അത് നമ്മളെ മൈൻഡിലോട്ട് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ. മൂന്നാമത്തെ 20 മിനിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യാം, കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്കില്ല് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വയം ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ഈ ഒരു രീതിയിൽ 1 മണിക്കൂർ നമ്മൾ ചെലവഴിച്ചാൽ നമ്മുടെ ലൈഫിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം ഈ സ്റ്റോറിയിലൂടെ നമ്മളിലോട്ട് കൺവേ ചെയ്യുന്നത്. അപ്പൊ ഈ എന്റർപ്രണർക്കും ആർട്ടിസ്റ്റിനും അദ്ദേഹം കൊടുക്കുന്ന മെസ്സേജസ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ലൈഫ് മതിയാക്കി നിർത്തിയ ഇവരില് ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ കാണുമ്പോൾ അവർക്ക് വീണ്ടും എന്ത് ചെയ്യും, ലൈഫിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു മാറ്റങ്ങൾ അദ്ദേഹം ഇവരിൽ കൊണ്ടുവരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാം,
അച്ചടക്കമാണ് നമ്മുടെ അടുത്തത്. ഏറ്റവും ആദ്യം നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ, അല്ലെ? നമുക്ക് തോന്നുമ്പോൾ എഴുന്നേൽക്കണ്, തോന്നുമ്പം പോകുന്നു, തോന്നുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യണ്. ചിലപ്പോൾ ഇന്നൊരു ദിവസം നമ്മൾ എന്തൊക്കെയോ ചെയ്യും, നാളെ ദിവസം നമ്മൾ ഇതിനു വേണ്ടി ഒന്നും ചെയ്യൂല, പിന്നെ എപ്പോഴോ ആയിരിക്കും പിന്നെ അതിനു വേണ്ടി നമ്മൾ ചിന്തിക്കുക. അങ്ങനെയല്ല, നമ്മളെ ലൈഫ് വളരെ ചിട്ടയോടെ കൊണ്ടുപോകാൻ പറ്റണം. നമ്മൾ വളരെ വിജയകരമായ ആളുകള് പ്രചോദനത്തെ മാത്രമല്ല നമുക്ക് വേണ്ടത്, എന്താണ്, സ്ഥിരമായിട്ട് ഈ ഒരു നല്ല ശീലങ്ങൾ തുടരാൻ പറ്റണം. നമുക്ക് നല്ല കഴിവുകളുണ്ട്. നന്നായിട്ട് നമുക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നന്നായിട്ട് നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഇന്നൊരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നോ എപ്പോഴാണ് നമ്മൾ തുടങ്ങാന്ന് പോലും നമ്മൾ ഐഡിയ ഇടാൻ പാടില്ല. അപ്പൊ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുക. നമ്മുടെ ലൈഫ് വളരെ പ്ലാൻ തയ്യാറാക്കിയിട്ട് ആ പ്ലാനോട് കൂടെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിൽ നമ്മൾ ഉദ്ദേശിച്ചാലും അപ്പുറത്തുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഡിസിപ്ലിൻ ആണ് ഏതൊരാളുടെ സക്സസിന്റെയും മെയിൻ, ഏറ്റവും ബേസിക്സ് എന്ന് പറയുന്നത്. അതാണ് മറ്റൊരു പോയിന്റ്, ഈ ബുക്കിലൂടെ പറയുന്ന മറ്റൊരു പോയിന്റ്. പിന്നെ നെക്സ്റ്റ്, ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ മോർണിംഗ് ടൈം. ആ മോർണിംഗ് ടൈം വളരെ വിലപ്പെട്ട ടൈമാണ്. അപ്പോൾ നമ്മുടെ ലോകം ശാന്തമായിരിക്കുന്ന സമയം, ആ സമയത്താണ് നമ്മൾ വളരെ ശ്രദ്ധയോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, അല്ലെ? മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു സമയമാണ് ഈ മോർണിംഗ് ടൈം. അപ്പൊ ഈ ഒരു മോർണിംഗ് ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്ത്, അല്ലെ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 20 മിനിറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മോർണിംഗ് ടൈം യൂട്ടിലൈസ് ചെയ്താൽ തന്നെ നമ്മൾ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും, നമ്മളെ സക്സസ് റേറ്റ് കൂടും, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരും. ഓക്കെ, ഇനിയാണ് കണ്ടിന്യൂസ് ലേണിംഗ്, അല്ലെ? നമ്മൾ ചിലപ്പോൾ ഒരു ഹയർ പ്രൊഫഷനിൽ എത്തിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പഠനം സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, എന്നും നമ്മൾ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെ? കാലത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവന്നെങ്കിൽ കാലം നമ്മളെ മാറ്റി വെക്കുമെന്ന് പറയും. അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും, പ്രൊഫഷണൽ ഫീൽഡിലാണെങ്കിലും നമ്മുടെ ആ ഒരു സ്കില്ലിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ആ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക. ഓക്കെ, അതാണ് ഈ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പഠനം തുടർന്നുകൊണ്ടേയിരിക്കണം. ഓരോ കാര്യങ്ങളെ കുറിച്ചും, ഇനി ആ ഒരു സ്കില്ലില്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുക. എന്നും നമ്മൾ എന്ത് ചെയ്യും, ഒരു പഠിക്കുന്ന ആ ഒരു ടെൻഡൻസി നമ്മളെ ലൈഫിൽ ഏത് ഏജിലാണെങ്കിലും നമ്മൾ അത് തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഇമ്പ്രൂവ്മെന്റിന് അതൊരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ലേണിംഗ്, ഓരോ സ്കില്ലും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, നമ്മുടെ ഉള്ള സ്കില്ലിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ തുടർന്നുകൊണ്ടേയിരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിന്റ്. ഇനി ഓരോ ചെറിയ സ്മോൾ ഹാബിറ്റ്സ്, ചെറിയ ശീലങ്ങൾ വലിയ വലിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കുക. ഇപ്പോ പെട്ടെന്നൊരു ദിവസം വലിയൊരു മാറ്റം എന്നുള്ളത് ആർക്കും പോസിബിൾ അല്ല, അല്ലെ? പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമ്മളെ ലൈഫ് മൊത്തമായിട്ട് മാറ്റുക എന്നുള്ളതും നമുക്ക് ആർക്കും നടക്കാൻ പറ്റുന്ന വലിയൊരു മിറാക്കിളൊന്നും പോലെ ഒന്നും അല്ല നമ്മളാരും, അല്ലെ? ചെറിയ ചെറിയ ശീലങ്ങൾ, ഇപ്പം ഇന്ന് നമ്മുടെ രാവിലെ എഴുന്നേൽക്കുന്ന ശീലം മാറ്റാം, പിന്നെ നമ്മളെ എക്സസൈസിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം, പിന്നെ നമ്മുടെ റീഡിങ് ഹാബിറ്റ്സ്, ഇപ്പൊ മാം ഓൾറെഡി പറഞ്ഞു, നമ്മൾ വായിക്കാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് കുറച്ച് വായിച്ചിട്ട്, അപ്പൊ ഇന്ന് ചിലപ്പോൾ നമ്മൾ വായിക്കുന്നത് ഒരു 15 മിനിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് ആയിരിക്കാം, നാളെ നമ്മളത് ഹാഫ് അവർ ആകാം. അങ്ങനെ ആ ഒരു കുറച്ച് സമയമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിലും ആ ഒരു കുറച്ച് സമയം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയൊരു വിജയത്തിലോട്ട് നമുക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ദിവസം കൊണ്ടല്ല ആരും ഇവിടെ വിജയിച്ചിട്ടുള്ളത്. ഏതാളുടെ സക്സസ് സ്റ്റോറി നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിലും പെട്ടെന്നൊരു ദിവസം കൊണ്ട് ആരും എന്തായിട്ടില്ല, വലിയൊരു ലെവലിൽ എത്തിയവരല്ല. ലൈഫിൽ ചെറിയ രീതിയിൽ മുന്നോട്ട് പോയിട്ട് വലിയൊരു പോയിന്റിൽ ഏറ്റവും എന്ന് പറയുന്നത് ആ ഒരു ശീലം അവർ കൺസിസ്റ്റന്റ് ആയിട്ട് തുടർന്നു കൊണ്ടതാണ് അവർക്ക് വലിയൊരു പീക്ക് ലെവലിൽ എത്തിയത്.
അദ്ദേഹം ഇവരോടും പറയുന്നത് അതന്നെയാണ്. ഇയാൾ ഈ കോടീശ്വരനായതിന് പിന്നിലുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ സ്മോൾ ഹാബിറ്റ്സ് തന്നെയായിരുന്നു. സ്മോൾ ഹാബിറ്റ്സിലൂടെ വലിയ മാറ്റങ്ങൾ അദ്ദേഹം ലൈഫിൽ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ എന്റർപ്രണറും ആർട്ടിസ്റ്റും ഇയാളുടെ കൂടെ മറ്റൊരു പ്ലേസിൽ വന്ന് ഇയാളുടെ കൂടെ ജീവിച്ച് ഇയാൾക്ക് ഉണ്ടായ മാറ്റങ്ങളെല്ലാം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പൊ അദ്ദേഹം അതിലൂടെ ഉണ്ടായിട്ടുള്ള ഓരോ ലെസൺസിലും ഓരോ കോൺസെപ്റ്റുകളാണ് ഇവർക്ക് അദ്ദേഹം കൺവേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയാണ് അടുത്തത്, നമ്മുടെ സ്വന്തം കഴിവില് നമ്മൾ വിശ്വസിക്കണം. എനിക്കിതിന് പറ്റുമോ, അതായത് കോൺഫിഡന്റ് അല്ലെ, നമ്മൾക്കിതിന് പറ്റുമോ, അല്ലെങ്കിൽ ഞാനിപ്പോ ഇതിനൊക്കെ പറ്റിയ ഒരാളാണ്, എനിക്ക് അത്രത്തോളമൊക്കെ ഞാൻ മുന്നോട്ട് വരുമോ, ആ ഒരു ഡൗട്ട്ഫുൾ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാതെ തോന്നുക അല്ലെ. നമ്മളിങ്ങനെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കാവും, നമ്മുടെ മുമ്പിൽ വലിയൊരു എക്സാം വരാൻ നിൽക്കുന്നുണ്ട്, അപ്പൊ പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇടയിൽ തോന്നും ഇത്രയും വലിയ എക്സാം ഒക്കെ എഴുതാൻ പറ്റിയ ആൾ തന്നെയാണ് ഇപ്പൊ ഞാന്, ഇതിലും നന്നായി പഠിക്കുന്നവരൊക്കെ ഉണ്ടാവൂലേ, അപ്പൊ എനിക്കിപ്പോ ഇത് കിട്ടും, ഞാൻ വെറുതെ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ ഇത് വേസ്റ്റ് ആവൂലേ. ആ ഒരു തോന്നലാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത്. ഞാൻ എന്തായാലും ഇതിന് ഇറങ്ങി പുറപ്പെട്ട് എനിക്കിനി ഇത് കിട്ടിയേ മതിയോ, എനിക്ക് കിട്ടും, ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് കൊണ്ട് തന്നെ എനിക്കത് നേടാൻ പറ്റും എന്ന് ഉറച്ചു നിൽക്കാം. ആ ഒരു ഉറച്ചു നിൽക്കുന്നതാണ് ആദ്യം നമ്മൾ വേണ്ടത്. അതായത് നമ്മുടെ കഴിവിൽ ആദ്യം നമ്മളെ വിശ്വസിക്കാം. അപ്പോൾ നമ്മുടെ കോൺഫിഡന്റും അതുപോലെ നമ്മുടെ ടാർജറ്റും ഇത് രണ്ടും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ചേഞ്ചസിലോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും, മിക്ക ആളുകൾക്കും ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. നമുക്കിത് നടക്കുമോ, നമ്മൾ ചിലപ്പോൾ വലിയ ടാസ്ക്കായി നമ്മൾ എല്ലാം തയ്യാറാക്കി നമ്മുടെ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തോന്നും ഇത് നടക്കുമോ, ഇതിപ്പോ മുന്നോട്ട് പോകുമോ എന്നൊക്കെ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾക്ക് ആദ്യം നമ്മുടെ മനസ്സിന് ഉറപ്പ് വരുത്താം, ഞാൻ എന്തായാലും ഇത് നേടിയിട്ട് അടങ്ങും, എനിക്കിത് കിട്ടൽ നിർബന്ധമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്കത് നേടിയെടുക്കാനും പറ്റും, ആ ഒരു വിശ്വാസം അവിടെ നിലനിർത്താം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബുക്കിലുള്ള മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലൈഫിൽ സക്സസിന് വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ട ആദ്യത്തെ കാര്യം എന്ന് അദ്ദേഹം പറയുന്നത് ഡിസിപ്ലിൻ അല്ലെ, ടൈം മാനേജ്മെന്റോടുകൂടി നമ്മുടെ പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെയാണ് നമ്മുടെ മോർണിംഗ് ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ്, ലൈഫിൽ നമ്മൾ എന്നും പഠിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നവരായിരിക്കണം. ഞാൻ അന്നൊക്കെ നല്ല പഠിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് ഉണ്ട്, ഇനിയിപ്പോൾ എനിക്കിതൊന്നും പഠിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ ഇടയിൽ നമ്മളെ ചുറ്റുപാടും ഒരുപാട് മാറ്റങ്ങളുണ്ട്, ആ മാറ്റങ്ങളൊന്നും നമ്മൾ അറിയാണ്ട് പോകും. ഇപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് AI ഒരു കളിയാണ് അല്ലെ. അപ്പൊ ഈ കമ്പ്യൂട്ടർ ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് ഒരുപാട് ആളുകൾക്ക് ഓഫീസിൽ ഒക്കെ വരുമ്പോൾ കമ്പ്യൂട്ടറിലോട്ടൊക്കെ മാറി ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷെ ഇനി AI കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ എന്താകും, ഈ ഓഫീസ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ AI, അപ്പൊ നമ്മൾ ഓരോ സമയത്തും വരുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം, നമ്മൾ അപ്ഡേറ്റ് ആവണം. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഇവിടെ വന്നുകൊണ്ടേയിരിക്കണം, നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം. പിന്നെ പറഞ്ഞതാണ് നമ്മുടെ സ്മോൾ ഹാബിറ്റ്സ് ആണ് ആദ്യം തന്നെ. അതായത് മറ്റൊരു ബുക്ക് നമുക്കറിയാം, അറ്റോമിക് ഹാബിറ്റ്സ് അല്ലെ, നമ്മുടെ സ്മോൾ ഹാബിറ്റ്സ്. അപ്പൊ ഇതുപോലെ ഈ ഒരു അറ്റോമിക് ഹാബിറ്റ്സിലും പറയുന്ന പോലെ തന്നെ ഈ സ്മോൾ ചേഞ്ചസ് ആയിരിക്കണം നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്ന വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുന്നത്. പിന്നെ ബി കോൺഫിഡന്റ്, നമുക്ക് പറ്റും എന്ന പൂർണ്ണ വിശ്വാസം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കണം. ഇതൊക്കെയാണ് ഈ ഒരു ബുക്കിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇത്രയും ലെസൺസ് ആണ് നമ്മുടെ എന്റർപ്രണർക്കും ആർട്ടിസ്റ്റിനും ഈ കോടീശ്വരൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ലൈഫ് ഇത്രയും ഒരു സക്സസ് ആയിട്ട്, ഇത്രയും വലിയൊരു കോടീശ്വരനായിട്ടുള്ള മാറാൻ അദ്ദേഹത്തിന് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബുക്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ പിന്നെ തടുത്തു വെച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു 20-20 ഫോർമുല തന്നെയാണ്. എനിക്ക് തോന്നുന്നു മിക്ക ആളുകൾക്കും അതന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. രാവിലത്തെ 1 മണിക്കൂർ വളരെ ക്രമബദ്ധമായിട്ട്
വളരെ യൂസ്ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പൊ രാവിലെ കുറച്ച് സമയം നമ്മുടെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നതാണ് ഈ ഒരു പുസ്തകത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ആദ്യത്തെ 20 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എക്സസൈസ്, പിന്നത്തെ 20 മിനിറ്റ്സ് നമ്മുടെ ധ്യാനങ്ങള്, പിന്നെയുള്ള 20 മിനിറ്റ്സ് നമ്മുടെ സ്റ്റഡി. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരുപാടൊന്നുമില്ല. 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മടുക്കാതെ അല്ലെ, നമ്മൾ ആദ്യം ഒരു 20 മിനിറ്റ്സ് ഒക്കെയാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാന്ന് നമ്മൾ ഓൾറെഡി പറയാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾക്ക് വളരെ കുറഞ്ഞ സമയം നമുക്ക് അതിനോടൊരു മടുപ്പ് തോന്നാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ ഒരു 20-20 ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോ ഈ ഒരു 5 AM ക്ലബ്ബ് ഒരു സാധാരണ ഒരു നോവൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോറി അല്ല. ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷണൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത ഫീലിംഗ് കിട്ടുന്ന ഒരു ബുക്കാണ് നമ്മുടെ ഈ ഒരു 5 AM ക്ലബ് എന്ന് പറയുന്ന ബുക്ക്. ഇതിലൂടെ നമുക്ക് ഒരുപാട് നമ്മുടെ ഹാബിറ്റ്സിൽ മാറ്റം കണ്ടെത്താൻ പറ്റും. നമ്മുടെ ടൈം മാനേജ്മെന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈഫിൽ ഒരു ലക്ഷ്യം, ഒരു ടാർജറ്റ് കൊണ്ടുവച്ച് അതിലൂടെ ആ ഒരു ടാർജറ്റിലൂടെ നമുക്ക് മൂവ് ചെയ്യണം എന്നുള്ള ഒരു ഹാബിറ്റ്സ് ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഒരു 5 AM ക്ലബ്. ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മോട്ടിവേഷണൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തൊരു ഫീലിംഗ് നമ്മുടെ ലൈഫിൽ വരും. പിന്നെ അത് ഒരു നോവൽ, നമുക്കൊരു സ്റ്റോറി രൂപത്തിലാണ് നമ്മളിലോട്ട് അത് പ്രസന്റ് ചെയ്യുന്നത്. ശരിക്കും ഒരു നോവലോ അല്ലെങ്കിൽ മറ്റെന്തോ ഒരു ബുക്ക് വായിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ബുക്കും കൂടെയാണ് ഈ ഒരു 5 AM ക്ലബ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോ നമുക്ക് ഇവിടെ പറയാനുള്ളത്, നമ്മുടെ ദിവസം എന്ത് ചെയ്യാ, നിങ്ങളുടെ ദിവസം സ്വന്തമാക്കൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതവും സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ ഓരോ ദിവസവും എന്ത് ചെയ്യാ, നമ്മളതാക്കി നമ്മൾ മാറ്റാൻ നോക്കുക. അപ്പൊ നമ്മുടെ ലൈഫ് നമുക്ക് അതുപോലെ വളരെ നമ്മളെ ലൈഫും സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഇതാണ് ഈ ഒരു പുസ്തകത്തിലൂടെ നമ്മൾ കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ്. ഓക്കെ അപ്പൊ എല്ലാവർക്കും നമ്മൾ ഈ ഒരു 5 AM ക്ലബ്ബ് ബുക്ക് വായിക്കാൻ ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അപ്പം വായിക്കാത്തവരൊക്കെ ആണെങ്കിൽ ബുക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വായിക്കാൻ ശ്രമിക്കുക. നല്ല ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും ആ ഒരു ബുക്ക് നമ്മളെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ല റീഡിംഗ് ഡേ ഒക്കെ ആശംസിക്കുന്നു. താങ്ക് യു. Good morning. ഗുഡ് മോർണിംഗ് മാം. Yes, thank you very much for introducing a very good book. നമ്മളിൽ തന്നെ രാവിലെ ഒരു കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അത് നമ്മളെ സക്സസിലേക്ക് നയിക്കുമെന്നും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസിപ്ലിൻ വേണമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഹാബിറ്റ്സ് ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം പറഞ്ഞു. എനിക്ക് പേഴ്സണലി നോക്കിയാൽ ഈ 20 മിനിറ്റ് എക്സസൈസ് ഒരിക്കലും ആ സമയത്ത് നടക്കില്ല. ഞാൻ ദിവസവും എക്സസൈസ് ചെയ്യും 1 hour, പക്ഷെ ദാറ്റ് ഇസ് ലേറ്റർ ഓൺ. പക്ഷെ ഈ രാവിലത്തെ ആ 1 hour ബാക്കി 20 മിനിറ്റ്സും പിന്നെ അടുത്ത 20 മിനിറ്റ്സും ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഈ മോർണിംഗ് സർക്കിൾ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ എന്തെങ്കിലും പഠിക്കാനും ഒക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ എക്സസൈസിന് നമുക്ക് അവിടെ സമയം ഫിറ്റ് ആവത്തില്ല. ബട്ട് എനിവേ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ട നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചെറിയ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ചെറിയ ഹാബിറ്റ്സ് വലിയ സക്സസിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. നല്ലൊരു ബുക്ക്, നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നതും ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ടും സക്സസിലേക്ക് എത്താനായിട്ടുള്ള സ്റ്റെപ്പുകൾ ഒത്തിരി കാര്യങ്ങളല്ലെങ്കിലും പക്ഷെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കവർ ചെയ്തിട്ടുണ്ട് ഈ ഓത്തർ. സോ വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. ആൻഡ് യു കവേർഡ് ദ ബുക്ക് വെരി വെൽ. അതിൻ്റെ കോണ്ടന്റ് ഒക്കെ നന്നായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. ഓക്കെ ഓക്കെ താങ്ക് യു നിഷ മാം. നമുക്ക് 20 മിനിറ്റ്സ് പറയുമ്പോൾ 1 hour ഒക്കെ പെട്ടെന്ന് ഒരു ദിവസം 1 hour
ഫോളോ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ചെറിയൊരു ടാസ്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഞാനും ഈ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ആദ്യം തന്നെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ക്ലാസ്സിൽ കയറുകയാണ്. അത് കഴിഞ്ഞ് 6:30 ഒരു യോഗ ക്ലാസ് ഉണ്ട്, അതിൽ കയറാറുണ്ട്. പിന്നെ അങ്ങനെയാണ് പോകുന്നത്. അല്ലാണ്ട് 5 മണിക്ക് തന്നെ ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല. 6:30 ക്ലാസ്സിലാണ് കയറുന്നത്. അതിപ്പോ ഈ ക്ലാസ്സിൽ കയറിയത് കാരണം ചിലപ്പോ 6:30 ഞാൻ ജോയിൻ ചിലപ്പോൾ സമയം വൈകി ചെയ്യാറ്. എങ്കിലും ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. 1 മണിക്കൂറുണ്ട് അത്. എന്നും റുട്ടീനായിട്ട് ചെയ്യുന്നതാണ്. എന്തായാലും നല്ലൊരു ക്ലാസ്സാണ്, നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ്. എന്ന് പറഞ്ഞ് നല്ലൊരു പുസ്തകം പരിചയപ്പെടുത്തി. ആ പുസ്തകം കിട്ടുകയാണെങ്കിൽ വായിക്കണമെന്നുണ്ട്. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, പുസ്തകം എന്തായാലും കളക്ട് ചെയ്ത് വായിക്കണം. നല്ലൊരു ബുക്ക് തന്നെയാണ്. ഓക്കെ. വായിക്കുന്നു. Good morning, Fazia ma'am. ഓക്കെ. Good morning. Fazia ഗുഡ് ma'am, മോർണിംഗ്. coconut. ഗുഡ് മോർണിംഗ് ചന്ദ്ര മാം. Yes, hats off to you. ഒരു യങ്സ്റ്റർ ഈ മാതിരി ഒരു ബുക്ക് റിവ്യൂ ഒക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് അപ്രീഷിയബിൾ. ബിക്കോസ് ഇപ്പൊ ഒക്കെ റെയർ ആണ്, ബുക്ക് വായിക്കുന്നതൊക്കെ റെയർ ആണ്. എൻകറേജ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഉണ്ടോന്നറിയില്ല, പല സ്കൂൾസിലും ഉണ്ട് ഈ ബുക്ക് റിവ്യൂ പറയണത്. ഈ മാതിരി വായനാ വീക്കിനൊക്കെ ഇപ്പൊ ആക്ച്വലി ഈ മാതിരി സെലിബ്രേറ്റ് ചെയ്യാനുള്ള റീസൺ തന്നെ എന്താണ് പറഞ്ഞാൽ അത് കുറവായിരിക്കുന്നു. സൊസൈറ്റിയിൽ എന്താണ് കുറവ്, അത് ഡേയ്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡേയ്സ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. സോ എനിവേ ദിസ് ഇസ് സംതിങ്. ഞാൻ ചെറുതാവുമ്പോ ഞാൻ പറയാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോ, ഞാൻ ചെറിയ കുട്ടിയാവുമ്പോ ഒക്കെ അച്ഛനൊക്കെ ഈ അവരുടെ ഇൻകമിനനുസരിച്ചിട്ടാണല്ലോ, ദോ ഹി വാസ് വർക്കിംഗ്, ബട്ട് എവിടെയോ ഈ ബുക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ ആലോചിക്കും. ബിക്കോസ് കുട്ടികളാണ്, ഇവർ വെറുതെ ഈ ബുക്ക് വാങ്ങാൻ പറയും, പിന്നെ വായിക്കൂല, അതൊരു കോർണറിൽ കിടക്കായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യായിരുന്നു പറഞ്ഞാൽ, എനിക്ക് കിട്ടുന്ന ഒരു പേപ്പർ എന്താണ് കിട്ടുന്നത്, ചിലപ്പോൾ പൊതിഞ്ഞ് വരുന്ന ഒരു പേപ്പറിലായിരിക്കും എന്തെങ്കിലും വായിക്കുക. പിന്നെ ഞാൻ കുറെ എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയിട്ട് ബുക്സ് ബോറോ ചെയ്യും. അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആയ ഒരു പേഴ്സൺ ആണ്, അതുകൊണ്ട് എനിക്ക് അവിടെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഈ മാതിരി ബുക്സ് വാങ്ങില്ല. ഈ കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ, പിന്നെ സ്പോർട്സ് മാഗസിൻസ് ആയിരിക്കും കൂടുതൽ വാങ്ങിച്ചു തരുന്നതായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നാണ് ഈ എനിഡ് ബ്ലിട്ടൺ അന്നത്തെ ബുക്സ് ഒക്കെ ആയിരുന്നു വായിക്കാൻ. പിന്നെ എന്താണ് അങ്ങനത്തെ കുറച്ച് ബുക്സ് ആയിരുന്നു, സീക്രട്ട് 7, സീക്രട്ട് 5, അങ്ങനത്തെ ബുക്സ്. ഈ മാതിരി ബുക്സ് വായിക്കുമ്പോൾ ശരിക്കും നമ്മളുടെ ഇടയിൽ ഒരു മാറ്റങ്ങൾ വരും എന്നുള്ളത് മാം വളരെ അതായിരുന്നു എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയിരുന്നത്. പിന്നെ പറയണ മാതിരി ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ കാര്യങ്ങളും ഇറ്റ് വിൽ ഫോൾ ഇൻ ഇറ്റ്സ് പ്ലേസ് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. പിന്നെ 2020 അതും എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. സോ ഈ ബുക്ക് റിവ്യൂ എന്ന് പറയുന്നത് സ്കൂൾസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ വായിച്ച് ശീലിപ്പിക്കണം. പിന്നെ ഈ മാതിരി നല്ല നല്ല ബുക്സ്, അല്ലാതെ നോവൽസ് മാത്രം വായിക്കുന്നത് കൊണ്ടുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല. ഗ്രോത്ത് വേണമെങ്കിൽ ഈ മാതിരി ഒരു ഇൻഡിവിജ്വൽ മാറ്റങ്ങൾ വരണം പറഞ്ഞാൽ ഈ മാതിരി ബുക്സ് വായിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവണം. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ലൈബ്രറി എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കുട്ടികള് റീഡിങ് ഹാബിറ്റിലേക്ക് വരും. സോ ഇപ്പൊ ഓഫ് ലേറ്റ് ആയിട്ട് എനിക്ക് വായിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു 1 പാര വായിക്കുമ്പോഴേക്കും അയ്യോ ഞാൻ അത് ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഡിസ്ട്രാക്ട് ആവാണ്. സോ കോൺസെൻട്രേഷൻ വേണം ബുക്ക് വായിക്കുമ്പോൾ. എനിവേ, ഹാറ്റ്സ് ഓഫ് ടു യു വൺസ് അഗെയിൻ for taking such a session, which is very, very rare. Thank you very much, and best wishes to you. ഓക്കെ, താങ്ക് യു ചന്ദ്ര മാം, താങ്ക് യു. ഇപ്പൊ ഈ റീഡിങ് മാം പറഞ്ഞ പോലെ തന്നെ ബുക്ക് റിവ്യൂസ് ഒക്കെ ശരിക്കും റീഡിംഗ് ഡേയ്സിൽ മാത്രമല്ലാണ്ട് മന്ത്ലി ഒരു ടൈമൊക്കെ ഈ ഒരു റീഡിങ് ബുക്ക് റിവ്യൂസ് ഒക്കെ വെക്കാന്നുണ്ടെങ്കിൽ കുട്ടികൾ ബുക്സ് ഒക്കെ കവർ ചെയ്യും, ഇഷ്ടം പോലെ ബുക്സ് കവർ ചെയ്യും അവര്. പിന്നെ നമ്മുടെ ചുറ്റുപാടൊക്കെ ഇപ്പൊ ഈ വായനശാല അങ്ങനെ ലൈബ്രറി ഒക്കെ ഉണ്ടല്ലോ,
പഞ്ചായത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മള് ഇപ്പൊ മാം പറഞ്ഞ പോലെ മാം നമ്മളെ ആ ഒരു സമയത്തൊന്നും ഇതൊന്നും ഇത്രക്ക് അങ്ങോട്ട് വ്യാപൃതല്ല. ഇപ്പൊ നമുക്ക് എല്ലാ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇപ്പത്തെ കുട്ടികൾക്ക്. പക്ഷെ അവരത് യൂട്ടിലൈസ് ചെയ്യാനില്ല എന്നുള്ളതാ. കൂടുതൽ ഫോണിൽ നിന്നൊക്കെ കുറെ മാറ്റി വെക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ബുക്സ് ഒക്കെ എടുത്തു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവരിൽ മാറ്റം വരും. കുറച്ച് ഞാനിപ്പോ കിൻഡൽ എന്ന് പറഞ്ഞു വന്നപ്പോഴേ കിൻഡൽ വന്നു. അതിൽ കുറച്ച് ഇൻട്രസ്റ്റ് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കിൻഡൽ എടുത്തിട്ട് അങ്ങനെ ഞാൻ കുറച്ച് മോള് എടുത്തിട്ടുണ്ടേ. അപ്പൊ ആ കിൻഡലിന് കുറച്ച്, പക്ഷെ എനിക്ക് ബുക്ക് വായിക്കുന്നത് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. കിൻഡൽ വായിക്കുന്നത് ആ ഫോണ്ട് സൈസും ഇതൊക്കെ നമ്മൾ കുറച്ച് പിന്നെ അതിലേക്ക് കിൻഡലിലിരുന്ന് വായിക്കാനുള്ളത് ഇഷ്ടപ്പെടുന്നില്ല. റിയൽ ബുക്സ് വായിക്കാനാണ് കൂടുതൽ താല്പര്യം. കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഫോമില് എൻകറേജ് ചെയ്യണം. പക്ഷെ അവർക്ക് അനലൈസ് ചെയ്യാൻ അറിയണം ഏത് ബുക്കാണ് സെൽഫ് ഗ്രോത്തിന് ഇമ്പോർട്ടൻറ്റ്. നോവൽസ് അതൊരു ഭാഗത്ത് ഇരുന്നോട്ടെ, പക്ഷെ ഈ മാതിരി ഗ്രോത്ത് ഉള്ള ബുക്സ് മസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യണം. നോവൽസ് ഒക്കെ വായിക്കുമ്പോൾ കുറെ വേർഡ്സ് വരും, നമുക്ക് സാഹിത്യപരമായിട്ട് കുറെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാകും. ആ ഒരു ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള ബുക്ക് വായിക്കുമ്പോൾ നമ്മളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഒരു ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതെന്തായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും ആ ബുക്ക്. ഓക്കെ, അതാ ഒരു ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ ഇങ്ങനത്തെ ബുക്സ് വായിക്കണം. അതെ അതെ. ഇപ്പൊ നമ്മുടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ വായനശാല അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ പോയി ബുക്സ് ഒക്കെ എടുക്കുക. പിന്നെ അവിടെ ഇരുന്നിട്ട് ഈ ബുക്സ് വായിച്ചവരുടെ കുറെ കഥകൾ ഉണ്ടായിരിക്കും. അവര് ഓരോ ബുക്സ് വായിച്ചു കഴിഞ്ഞവർ അവിടെ ഇരുന്നിട്ട് അതിന്റെ കഥകളൊക്കെ ഇങ്ങനെ പറയും. അപ്പം ഒരുപാട് നോളജ് ഒക്കെ കിട്ടും അതിലൂടെ. നമ്മുടെ ചെറുതിലൊന്നും നമുക്ക് അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആ സമയത്ത് അറിയാതെ പോയതാണോ എന്ന് അറിയൂല. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. മാം പറഞ്ഞ പോലെ ഞാനും ആ സമയത്തൊക്കെ ബുക്സ് ഒക്കെ വാങ്ങിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. അപ്പൊ കിട്ടുന്നത് എന്തൊക്കെയാണ് അതൊക്കെ പിടിച്ച് വായിക്കായിരുന്നു. ഇപ്പോ നമുക്ക് സമയം, ഇപ്പത്തെ കുട്ടികളെ സംബന്ധിച്ച് ഫെസിലിറ്റീസ് ഉണ്ട്, പക്ഷെ അവരതിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാ. നമ്മൾക്കുണ്ടല്ലോ ഒരു ബുക്ക് നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരും വിളിച്ചാൽ നമ്മുടെ മൈൻഡിൽ എന്താ, ഈ ബുക്ക് അതവിടെ വെച്ച ഇത് വായിക്കാൻ പോവാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിലിങ്ങനെ ഓടിയെത്തുകയാണല്ലോ. തിരിച്ച് വീണ്ടും വന്ന ആ ബുക്ക് എടുത്ത് വായിക്കും. പക്ഷെ ഇപ്പത്തെ ആളുകളിൽ ആ ഒരു ലഹരി ഉണ്ടല്ലോ, അത് കണ്ട് വരണില്ല കുട്ടികളില്. പക്ഷെ ഒന്നാമത് അവർക്ക് അതില് ഫാസ്റ്റ് ആയിട്ടുള്ള ഡിവൈസസ് അവരുടെ കയ്യിൽ എത്തിയതായിരിക്കാം അതിനുള്ള റീസൺ തോന്നുന്നു. ഓക്കെ, അവർക്ക് പെട്ടെന്ന് വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമല്ലോ. അതാണ് ഒരു കുറച്ചും കൂടെ അതിന്റെ മാറ്റം. യെസ്. നമുക്കറിയാലോ ഫ്രൈഡേസിലൊക്കെ നമ്മുടെ ബാലരമ നമുക്ക് അന്നാ ബുക്ക് വന്നു കഴിഞ്ഞാല് അതിന് അടിയായിരുന്നു. ഇപ്പൊ അതിനെന്താ ഒരു വിലയുമില്ല. ഇപ്പൊ ഡിസ്ട്രാക്ഷൻസ് കൂടുതലാണല്ലോ, ഫോക്കസ് കുറവും. അതെ അതെ. പ്രശ്നം. ഞാനിപ്പോ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ നമുക്ക് മോട്ടിവേഷൻ കിട്ടിയിട്ട് ഞാൻ എക്സസൈസ് മുമ്പ് ചെയ്തിരുന്നു. പിന്നെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 20 മിനിറ്റ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ. ഒരുപാട് നേരം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പറഞ്ഞ പോലെ കുറച്ച് ചെയ്തിട്ടാണല്ലോ നമുക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. മുമ്പ് വായിച്ചതാണ്, എന്നാലും അതിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സൂസൻ മാമും കോമളവല്ലി മാം ഒക്കെ പറഞ്ഞിരുന്നു എക്സസൈസ് യോഗ ഒക്കെ ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞ്. ഞാൻ 1 hour ഒക്കെ ചെയ്യാറുണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയാണ്. പിന്നെ ഇന്നത്തെ ബുക്ക് എന്തായാലും അടിപൊളിയായി. നമ്മളുടെ മോർണിംഗ് സർക്കിളിലേക്ക് പറ്റിയ ഒരു ബുക്ക് തന്നെയായി 5 AM ക്ലബ്ബ്. രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ ആ ഇത് എന്തായാലും എനിക്ക് തന്നെ എന്റെ ലൈഫിന് എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോ കറക്റ്റ് ഇപ്പൊ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ രാവിലെ തന്നെ. അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ എനിക്കതൊരു ശീലമായപ്പോ തന്നെ നമ്മൾക്ക് ആ രാവിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള മാറ്റങ്ങളും കാണാനുണ്ട്. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ ആ ഒരു ബുക്കിനെ കുറിച്ച് മാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സച്ചിന മാം. സച്ചിന മാമിന് എന്തായാലും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എല്ലാ ദിവസവും ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു കാര്യത്തിൽ. So it was a great opener for this reading week. ഓക്കെ, Thank you. നാളെ നമ്മളുടെ പുസ്തകം അബ്ദുൾ റസാഖ് സാറിന്റെ മനുഷ്യന് ഒരു ആമുഖം. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് നാളത്തെ ക്ലാസ്സിന് വേണ്ടി അതെ, കാത്തിരിക്കാം. അതെ. പുസ്തകം തന്നെയാണ് കേട്ടത്.
ഉം. അതിന്റെ എന്തായാലും ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒന്ന് കുറച്ചും കൂടെ ഒരു എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ് ആയി ബുക്സിനെ കുറിച്ച് അറിയാൻ പറ്റും അല്ലെ. വളരെ നന്നായി ഈ ഒരു വീക്ക് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ നിന്ന്. ശരിക്കും റീഡിംഗ് ഡേ പറയുമ്പോൾ ഈ ഒരു ദിവസത്തിൽ ഒതുങ്ങാണ്ട് അതൊരു 1 വീക്കിലോട്ട് കണ്ടിന്യൂ ചെയ്തപ്പോ ഒരുപാട് നല്ല യൂസ്ഫുൾ ആവും എന്നാണ് വിചാരിക്കുന്നത്. അതെ ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് യെസ് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, അപ്പൊ നമുക്ക് വൈകിട്ട് എല്ലാവർക്കും ഓരോ തിരക്കുകളിലേക്ക് പോകാനുള്ളതല്ലേ. അതെ, അപ്പൊ ബൈ. അടുത്ത ബുക്കുമായിട്ട് അടുത്ത ദിവസം രാവിലെ കാണാം. ഓക്കെ ഓക്കെ, ബൈ, താങ്ക് യു. ഓക്കെ അതെ, ബൈ ബൈ. Wishing all a good day. Bye. യെസ് ബൈ ബൈ, ഗുഡ് ഡേ.